ഇത് കേരളാണ്. ഇവിടെ ആർക്കും പ്രതിഷേധിക്കാം. ഹൈ, ഇടതുപക്ഷം ഭരിക്കണ കേരളത്തില് അതിനൊന്നും ആരും തടസ്സം നിൽക്കില്ല എന്നറിയില്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെയാണ് പ്രതിഷേധിക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൈക്കരുത്തുണ്ടായിരിക്കണത് നല്ലതായിരിക്കും. അല്ല, കരിങ്കൊടിയുടെ കാണുമ്പോഴത്തേക്കും ഇവിടെ അച്ചാല പൂച്ചാല അടിയായിരിക്കുമല്ലോ. കറുപ്പത്താ എനക്ക് പിടിച്ച കളർ. ചേട്ടാ, ഈ വഴിന്ന് സി എം അങ്ങനെ വരുന്നുണ്ടാ? അല്ല, തല്ല് വാങ്ങിക്കാൻ വയ്യ, അതുകൊണ്ടാ. ഞങ്ങളെ നേരെ ഒരുപാട് കരിങ്കൊടി വരികയും ഈ ബസ്സിന്റെ മുന്നിൽ ചാടി വീണയാളെ തള്ളി മാറ്റിയതൊക്കെ ആയിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായല്ലോ. ഞങ്ങളെങ്ങനെയാണ് അതിനെ നേരിട്ടത്? അതെ, എങ്ങനെയാ നേരിട്ടത്? എല്ലാരും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ കരിങ്കൊടി കാണിക്കുന്നവരെ ശാരീരികമായി നേരിടാൻ പോകലാണോ ആരെങ്കിലും? ഇന്നേ വരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അയാൾക്കെതിരെ കരിങ്കൊടി കാണിക്കുമ്പോൾ ആ കരിങ്കൊടി കാണിക്കുന്ന ആൾക്ക് നേരെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് ശാരീരികമായി നേരിടാൻ എന്ന മട്ടിൽ പോകാറുണ്ടോ? ഞാൻ ചെല്ലുമ്പോൾ അവർ ഓടിപ്പോയി എന്ന് വലിയ വീമ്പ് പറയുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? എന്താ അദ്ദേഹം ചെയ്യായിരുന്നത്? അവർ ഓടിപ്പോയില്ലെങ്കിൽ എന്താണ് ചെയ്യായിരുന്നത്? പ്രതിഷേധിക്കുന്നവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് മുഖ്യമന്ത്രിനെയും ടീമിനെയും കണ്ടുപഠിക്കണം. ഗവർണറെ പോലെ ആക്രോശിച്ചോ? പ്രതിഷേധിക്കുന്നവരെ ഗുണ്ടകളെന്ന് വിളിച്ചോ? റോഡിലിറങ്ങി ചീത്ത വിളിച്ചോ? ഇല്ലല്ലോ. മൂപ്പര് പറഞ്ഞത് കേട്ടില്ലേ? പാവം മുഖ്യമന്ത്രി പ്രതിഷേധിച്ചവർക്ക് പോലും ടാറ്റ കൊടുക്കല്ലേ ചെയ്തത്. ഇവിടെ കരിങ്കൊടി കാണിക്കുന്നവരെ ശാരീരികമായി നേരിടാൻ പോകലാണോ ആരെങ്കിലും? അതാണ് അങ്ങോട്ട് ചോദിക്കും സി എം എ. ഗവർണർ റോഡിലിറങ്ങി പ്രതിഷേധിക്കുന്നവരെ പിടിച്ച് ഇടിക്കാൻ പോണ പോലെയല്ലേ മാസ് കാണിച്ചു വന്നത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്റെ ഗവർണർജി? പ്രതിഷേധിക്കുന്നവരുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു നിങ്ങൾക്ക് സി എമ്മിനെയും സി എമ്മിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ടുപഠിച്ചൂടെ? നിങ്ങളെല്ലാരും കാണുന്നുണ്ടാവുമല്ലോ, ആ കരിങ്കൊടിയുമായിട്ട് വരുന്നവര് മറ്റുള്ളവരുടെ നേരെ കൈവീശും പോലെ തന്നെ അവരുടെ നേരെ ഞാൻ കൈവീശുകയാണ്. സാധാരണഗതിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധത്തിനുള്ള അവകാശം ഉണ്ടെന്നല്ലേ അന്നേരമല്ല ഞങ്ങൾ പറഞ്ഞത്. അതായത് SFI പിള്ളേർ പ്രതിഷേധിക്കുകയാണെങ്കിൽ അവരുടെ മേല് ഒരു മണ്ടരി പോലും വീഴരുത്. നേരെ തിരിച്ചാണെങ്കിൽ നമുക്ക് അറഞ്ചം പുറഞ്ചം ഇടിച്ച് ജീവൻ രക്ഷാപ്രവർത്തനം നടത്താം. ഏത്? അത് കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. രംഗം 1. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥര് പ്രതിഷേധിച്ചവരെ തല്ലി ചതച്ചതിനെ പറ്റി മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. പറയൂ സി എം. അല്ല, ഇനി പറ്റില്ല, മതി. ഞാൻ പോകുന്നു. വരവും പോക്കും കഴിഞ്ഞ ശരി, അങ്ങനെ പോയാലും എങ്ങനെ ശരിയാവും? രംഗം 2. ന്യായീകരണം. സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാര് തടയുന്നതാണ് ഞാൻ കണ്ടത്. എന്റെ കൂടെയുള്ള പോലീസുകാരെന്ന് പറയുന്നവര് അവർ വളരെ മുന്നിലായിരുന്നു അന്നേരം. നേരെ ഈ പോലീസുകാരാണ് തടയുന്നത് ഞാൻ കണ്ടത്. നമ്മളൊക്കെ വെറുതെ തെറ്റിദ്ധരിച്ച് പോലീസുകാരാണ് പ്രതിഷേധിക്കാൻ വന്നവരെ തല്ലി ചതച്ചത്, അല്ലാണ്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരെ കണ്ണൂരിട്ട് പേടിപ്പിച്ചിട്ട് പോലുമില്ല. എന്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. രംഗം 3. കട്ടക്കലിപ്പ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥര് പ്രതിഷേധിക്കാൻ വന്നവരെ ക്രൂരായി മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് പുറത്ത് ഭയങ്കര വിവാദമാണ്. അപ്പൊ അതേപറ്റി അന്വേഷിക്കേണ്ട സി എം എ? അതിന്റെ ആവശ്യം എനിക്കില്ല. ഞാൻ പരിശോധിക്കേണ്ട കാര്യമില്ല. ഞാൻ പരിശോധിക്കാൻ പോകുന്നില്ല. അതായത് സി എം എ, കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ സുരക്ഷാ ഉദ്യോഗസ്ഥര് ഭയങ്കരമായിട്ട് അടിക്കുകയും ചെയ്തു, പോലീസുകാരെ അവരെ പിടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ഇതൊക്കെയാണ് നാട്ടുകാർ കണ്ടതും പറയണതും. അല്ല, കേരളം അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇത് സാധാരണ നിലക്ക് ഗവൺമെൻ എന്ന് പറയുന്നത് എന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളയാളാണ്. ആ ഗവൺമെൻ എന്റെ കൂടെ തന്നെയാണല്ലോ ഉള്ളത്. എല്ലാ വേറെ വാഹനത്തിലല്ല. ആ ബസ്സിന് നേരെ ആരെങ്കിലും ആക്രമണത്തിന് വന്നാൽ അതിനാണ് അതിന്റെ മുന്നിലും പിന്നിലും എന്റെ കൂടെയുള്ളവരുള്ളത്. ആ ഗവൺമെൻ എന്റെ പിന്നിൽ തന്നെയാണുള്ളത്. ആ ബസ്സിന്റെ കൂടെ തന്നെയാണ്. ബസ്സിന് നേരെ ആക്രമിക്കാൻ വന്നാൽ അതും എന്റെ നേരെയുള്ള ആക്രമണമായിട്ട് തന്നെയാണ് വരിക. ഞങ്ങളുടെ നേരെയുള്ള ആക്രമണമായിട്ടാണ് വരിക. ഫൈനലായിട്ട് പറയും, കരിങ്കൊടി കാണിക്കുന്നത് സി എമ്മിന് പ്രശ്നമാണോ? കരിങ്കൊടി കാണിച്ചതിനൊന്നും ആരെയും ആക്രമിക്കുന്ന നിലയൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ മുഖ്യമന്ത്രിനെ ആക്രമിക്കാൻ വന്നതാണെന്നാണോ തോന്നണേ? ആക്രമിക്കാൻ വന്നത് എന്നെയോ ബസ്സിനെയോ എന്നുള്ളതല്ല പ്രശ്നം. ബസ്സിന് നേരെ ആക്രമണോത്സുകരായിട്ട് കൂടി വന്നെങ്കിൽ അത് തടയാൻ തന്നെയാണ് അവരുണ്ടാകുക. അതിനകത്ത് അവരിടപെടുന്നത് സ്വാഭാവികമാണ്. അതായത് അങ്ങനെ വന്നാല് ഗവൺമെൻ ഇതുപോലെ ക്രൂരായിട്ട് മർദ്ദിക്കാം എന്നാണോ? നിങ്ങളുടെ ചോദ്യം കോടതിയിൽ ചോദിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ പത്രസമ്മേളനത്തിലെ ചോദ്യം ചോദിച്ചാൽ മതി. അപ്പൊ ഇന്ന ചോദ്യങ്ങളെ പത്രസമ്മേളനത്തിൽ ചോദിക്കാൻ പാടുള്ളൂ എന്ന് നിയമം വല്ലതുണ്ടോ? ഇങ്ങനത്തെ നിയമങ്ങളൊന്നും വരുന്നത് നമ്മളറിയില്ലല്ലോ. അതല്ല ഞാൻ പറയുന്നത് തന്നെയാണ്. ഞാൻ പറഞ്ഞത് എന്താ, ബസ്സിന് നേരെ ആക്രമണം വരുന്നുണ്ടെങ്കിൽ ഇടപെടാൻ അവര് അങ്ങനെ ഇടപെടേണ്ട ഘട്ടം വന്നാൽ അവർ ഇടപെടും. അത്രയേ ഉള്ളൂ അതിനകത്ത്.
അതേ ഉള്ളൂ. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഒരു ഗവൺമെന്റിന്റെ ചുമതലയാണ് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആർക്കാണോ സുരക്ഷിതത്വം കൊടുക്കാൻ ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് അവർ രക്ഷിക്കേണ്ടത് ഗവൺമെന്റ് ചുമതലയാണ്. എനിക്ക് ഗവൺമെന്റ് ആ ഗവൺമെന്റ് എന്നെ രക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. എനിക്ക് നേരെ വരുന്ന അക്രമങ്ങൾ അതിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യതയുണ്ട്. ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായല്ലോ. പ്രതിഷേധിച്ചവരെ CM-ന്റെ ഗവൺമെന്റ് തല്ലിച്ചതച്ചത് മുഖ്യമന്ത്രി കണ്ടിട്ടില്ല. ഇനി മാതിരി ചോദ്യം കൊണ്ട് വാർത്താ സമ്മേളനത്തിൽ CM-ന്റെ മുന്നിൽ വന്നു പോയേക്കരുത്. അല്ല പിന്നെ നിങ്ങളുടെ ചോദ്യം കോടതിയിൽ ചോദിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ പത്രസമ്മേളനത്തിലെ ചോദ്യം ചോദിച്ചാൽ മതി. അതായത് എന്താ പ്രശ്നം എന്നറിയോ? കേരളത്തിൽ ആരൊക്കെ മുഖ്യമന്ത്രിനെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ടോ അവരൊക്കെ മുഖ്യമന്ത്രിനെയും നവകേരള ബസിനെയും ആക്രമിക്കാൻ വരുന്നതാണേ. ഭിന്നശേഷിക്കാരനായ ഒരു മനുഷ്യൻ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചപ്പോൾ അദ്ദേഹത്തെ ചവിട്ടിയ പാർട്ടിക്കാരൻ. ഇതിനെക്കുറിച്ച് നമ്മുടെ LDF കൺവീനർക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. ഈ വികലാംഗനെതിരായി കറുത്ത കൊടിയും കൊണ്ട് നടക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വികലാംഗന്റെ വടിയാണോ ഈ വികലാംഗത്വം കൊണ്ട് കൊടിയും പിടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ കാറിന് മുമ്പിലേക്ക് പോലെ? എന്തിനാ ആ പാവത്തെ പറഞ്ഞയച്ചത്? ആ പറഞ്ഞവർക്കെതിരായിട്ടാണ് നിങ്ങളുടെ വികാരം ഉയരേണ്ടത്. ഈ നടക്കാൻ വയ്യാത്തൊരു പാവത്തെ പിടിച്ചുകൊണ്ടുവന്ന് കറുത്ത കൊടിയും കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ കാറിന് മുമ്പിലേക്ക് തള്ളുന്നതിനെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അതാണ് തെറ്റ്. തെറ്റിനെ നമ്മൾ ശരിയായ നിലയിൽ നോക്കൂ. ആ തെറ്റിനെ ആക്ഷേപിക്കാൻ മുന്നോട്ട് വരൂ. അദ്ദേഹം പാവം ഭിന്നശേഷിക്കാരനല്ലേ, അവരൊന്നും പ്രതികരിച്ചൂടാ, പ്രതിഷേധിച്ചൂടാ. വേണമെങ്കിൽ അവരെ പിടിച്ച് ചവിട്ടാം. ഹോ, മനുഷ്യന്മാരോട് ഈപ്പിക്ക് എന്തൊരു മേഴ്സിയാണല്ലേ. മർദ്ദനത്തിന് വരുന്ന അവസരത്ത് കാലുണ്ടോ കൈയുണ്ടോ എന്നൊന്നും ആരെങ്കിലും നോക്കുവോ? പോലീസ് ലാത്തിച്ചാർജിൽ ഈ പാവത്തെ കൊണ്ടുവന്ന് ഇതിന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തത് എന്തിന്? ഈ നടക്കാൻ വയ്യാത്ത ഒരു പാവം ഒരു ചെറുപ്പക്കാരൻ എന്തിനാ കോൺഗ്രസ് ഈ കൊടും ക്രൂരതക്ക് എറിഞ്ഞു കൊടുക്കുന്നത്? കരയില്ലേ ഇപ്പി, കരയല്ലേ. ആ മനുഷ്യന്റെ സ്നേഹം കണ്ടോ, അദ്ദേഹത്തിന്റെ ഉള്ളിലെ നന്മ കണ്ടോ? എന്നാ VD സതീശനോ സുധാകരനോ പോയി തല്ലുകൊള്ളു. അതിന് അവരാരും ഉണ്ടാവില്ലല്ലോ. വടി കാണുമ്പോൾ തന്നെ അവർ ഓടുമല്ലോ. പ്രതിഷേധിക്കുന്നവരെ തല്ലുമ്പോ കൈയുണ്ടോ കാലുണ്ടോ എന്നൊന്നും നോക്കൂലെന്ന് EP. അടുത്തതായിട്ട് മഹിളാ കോൺഗ്രസ്സുകാരും പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളെ പ്രേരിപ്പിക്കരുത്. സ്ത്രീകളെ കൊണ്ടുവന്നിങ്ങനെ അക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കരുത്. ഇതൊരു നല്ല ശീലമല്ല. നിങ്ങൾ ആ ദൃശ്യങ്ങളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. കരിങ്കൊടി ഒന്ന് വീഴ്ച കാണിച്ചാൽ പോലും തല്ലാൻ ഓങ്ങി നിൽക്കുന്ന ഗൺമാന്മാർ. ഉഫ്, ജോലിയിൽ എന്തൊരു ആത്മാർത്ഥതയാണ് കാണിക്കുന്നത് മുടുക്കന്മാർ. ഈ ഗൺമേന്മാരെ ആക്രമിക്കുന്നത് ശരിയാണ്. നമ്മൾ നോക്കേണ്ടത് എന്തിനാണ് ഈ അക്രമങ്ങൾ നടത്തുന്നത്. വെല്ലുവിളി രണ്ടാമത്തതല്ലേ. ഇതിന്റെ ഇടയിൽ എന്താ പറഞ്ഞത്? ഗൺമാന്മാരെ ആക്രമിക്കരുതെന്നോ? ഈ ഗൺമേന്മാരെ ആക്രമിക്കുന്നത് ശരിയാണ്. ഗൺമാന്മാരെ ആക്രമിക്കണത് ശരിയാണോന്നാ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം. കറുപ്പിട്ടിട്ട് പോലും ഇനി ഒരാളും പുറത്തേക്ക് ഇറങ്ങണ്ടട്ടാ, അതാണ് സേഫ്. പിന്നെ പോലീസൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ഉടുപ്പ് പോലും ഇട്ട് കഴിഞ്ഞാൽ പൊക്കിക്കൊണ്ട് പോകുന്നതാണ്. ഞാൻ ഈ രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ അങ്ങ് ഹീറോ ആയാലോ. കറുപ്പായാലും വെളുപ്പായാലും മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധമാണോ? അവര് ജയിലിൽ കിടന്നാ മതി. ഇതാണ് കേട്ടോ, ഇതുവരെ കണ്ടോ, ഇതുപോലും ഇല്ല. വരത്തില്ല സാർ, വരത്തില്ല. അപ്പൊ പ്രതിഷേധിക്കാണ്ടിരുന്നാ നമുക്ക് കൊള്ളാം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാപ്രവർത്തനം ഏറ്റുവാങ്ങി ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് മിണ്ടാതെ ഉരിയാടാതെ പറയണതെല്ലാം അങ്ങോട്ട് അനുസരിക്കുക. അപ്പൊ എല്ലാം ശരിയാവും. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം. അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.